ഇസ്ലാമിൽ ആത്മഹത്യ നിഷിദ്ധമാണ്. നിരപരാധികളെ കൊല്ലുന്നത് ഗുരുതരമായ പാപമാണ്. കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ച ചാവേർ ബോംബറായ ഉമർ നബിയുടെ വൈറലായ വീഡിയോയ്ക്ക് നേരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഹൈദരാബാദ് എംപിയും AIMIM മേധാവിയുമായ അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും തീവ്രവാദത്തെ വെള്ളപൂശിക്കൊണ്ട് കുറ്റം ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നല്ല ഉണ്ടായതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നതാണിപ്പോൾ പൊതുജന വികാരമടക്കം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ തന്നെ അവർ പറയുന്നത്. ആത്മഹത്യ തങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുന്നവർ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിൽ പാപമില്ലേ എന്നതും വലിയ ചോദ്യചിഹ്നമായി തന്നെ അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉമർ ആകട്ടെ സ്ഫോടനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. എന്നാൽ ഇതിൽ നിന്നും എന്ത് വിശദീകരണം നൽകാൻ ഒവൈസിക്ക് ആകും എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒവൈസിക്ക് നേരെ വലിയ ചോദ്യശരങ്ങളായി തന്നെ പൊതുജനങ്ങളടക്കം ഉയർത്തുന്നത്. അതേസമയം ഒവൈസിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഡൽഹി സ്ഫോടന കേസിലെ പ്രതി ഉമർ നബിയുടെ ഒരു വീഡിയോയുണ്ട്. അതിൽ അയാൾ ചാവേർ ബോംബാക്രമണത്തെ രക്തസാക്ഷിത്വം എന്ന് വിളിച്ചുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. എന്നാൽ അത് തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിൽ ആത്മഹത്യ നിഷിദ്ധമാണ്. നിരപരാധികളെ കൊല്ലുന്നത് ഗുരുതരമായ പാപമാണ് എന്നും ഇതിലൂടെ തന്നെ എഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമത്തിന് എതിരാണ് എന്നും അവയെ ഒരു തരത്തിലും തെറ്റായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്, ഇത് തീവ്രവാദമാണ്, മറ്റൊന്നുമല്ല എന്നതാണ് ഉമറിന്റെ വീഡിയോയിലൂടെ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൽഹിയിലെ ചാവേർ ആക്രമണത്തിന് മുൻപേ തന്നെ ചാവേർ ബോംബ് ആക്രമണത്തിലൂടെ തന്നെ ഒരാൾ തന്റെ ജീവൻ ഉപേക്ഷിക്കുന്നത് രക്തസാക്ഷിത്വമാണ് എന്നതാണ് ഉമർ പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒവൈസിയുടെ പ്രതികരണം എന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല തന്റെ എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് ഒവൈസി തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും. ഡൽഹിയിലെ ചെങ്കോട്ട കാർ സ്ഫോടന കേസിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഡോക്ടർ ഉമർ നബി. ആ ഉമർ നബിയുടെ ഞെട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നതും. ചാവേർ ആക്രമണത്തെക്കുറിച്ച് ഉമർ നബി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആക്രമണത്തിന് മുൻപ് റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ അത്തരം ആയി കരുതുന്ന ഒരു വീഡിയോ ദൃശ്യത്തിൽ ഉമർ നബി ചാവേർ ആക്രമണത്തെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രതിയുടെ മനസ്സിലെ തീവ്രവാദ മാനസികാവസ്ഥയാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നതെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നതും. അതേപോലെ തന്നെ പിറുപിറുക്കുന്ന ആ ഒരു ശബ്ദം, തിളച്ചു കയറുന്ന നോട്ടം, ചുറ്റുപാടുകളെ കുറിച്ച് ഒരു സൂചനയും നൽകാത്ത ഇടുങ്ങിയ ഒരു ഫ്രെയിമാണത്. ഇത്തരത്തിൽ ആകെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉമർ നബിയുടെ വീഡിയോ എന്നതാണ് മറ്റൊരു വസ്തുത. റെക്കോർഡിംഗ് തീയതി ഇല്ലാത്ത ഈ ഒരു വീഡിയോ ആകട്ടെ നവംബർ 10 ചെങ്കോട്ടയിൽ 15 പേരുടെ മരണത്തിന് ഇടയാക്കിയ സ്ഫോടനം നടക്കുന്നതിന് ദിവസങ്ങൾക്കല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപേ തന്നെ പകർത്തിയതായിരിക്കാമെന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. ഒരു ചാവേർ ബോംബറുടെ മനസ്സിലെ ബ്ലൂ പ്രിന്റ് ആണ് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ കാണാൻ സാധിക്കുന്നത് എന്നതാണ് സുരക്ഷാ ഏജൻസികളടക്കം വിലയിരുത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.